അല്ല ഇതിപ്പോ വലിയ കേസാണോ വേണുവേട്ടാ? പിന്നെ വലിയ കേസാണോന്നാ? എടീ, ക്വസ്റ്റ്യൻ പേപ്പറാ ചോർന്നേക്കണേ. അതും SSLCയുടെ. അതും നാളെ നടക്കേണ്ട എക്സാം ആയിരുന്നു. ഓ, നല്ലതെന്ന് മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കാൻ കുറച്ച് പാടാ. ചിലപ്പോ വർഷങ്ങളെടുക്കും. പക്ഷേ ചീത്തയെന്ന് പറയിപ്പിക്കാൻ ഒരു നിമിഷം മതി. വർമ്മ സാറ് കഷ്ടപ്പെട്ടുണ്ടാക്കിയ സൽപ്പേരാ. രാഷ്ട്രീയത്തില് ഒരു ദുഷ്പേരും ഇല്ലാത്ത മനുഷ്യരായിരുന്നു വർമ്മ സാറ്. അതേ അവളീ കുറച്ച് ദിവസം കൊണ്ട് കളഞ്ഞു വിളിച്ചില്ലേ. ഇവൾക്കൊന്നുമില്ലായിരിക്കും. പക്ഷേ പ്രതാപവർമ്മ സാറ് എങ്ങനെ മറ്റുള്ളവരുടെ മുഖത്ത് നോക്കും? രാജു ആയിരിക്കും. രണ്ടാൾക്കും വിശപ്പടിച്ചോ? ഏയ്, വിശപ്പൊന്നും ആയിട്ടില്ലടാ. നിനക്കോടി? കുറച്ചുകൂടെ കഴിയട്ടെ. എന്തായി മോനെ അമ്പികയുടെ കാര്യം? അവരൊരു നാണം കെട്ട വാശിയായിട്ട് പോലീസ് സ്റ്റേഷനിൽ തന്നെ ഇരിക്കുക. പിടിക്കപ്പെട്ടപ്പോ ആദർശം പറഞ്ഞ് നേരെ ആവാനുള്ളൊരു തന്ത്രം. അതൊക്കെ പൊതുജനങ്ങൾക്ക് മനസ്സിലായിക്കോളും. മോളിനി ഇങ്ങോട്ട് വരുവോ? വരാതിരിക്കോ? രാത്രിയായില്ലേ മോനെ, മോളോട് അവിടെ കിടക്കാൻ പറ. നമ്മളെല്ലാരും ഈ ലോഡ്ജിലായതുകൊണ്ട് അവള് തീർച്ചയായിട്ടും വരുമമ്മേ. അവളങ്ങനെയാ. എന്തൊക്കെ കഷ്ടപ്പാടും ദുരിതം ഉണ്ടായാലെന്താ? ഇങ്ങനെ ഒരു മരുമോള് പോരെ വേണുവേട്ടാ, നമുക്ക് സന്തോഷിക്കാം. സത്യവാടി, ദൈവം നമുക്ക് അറിഞ്ഞു തന്നൊരു പുണ്യ ഋതുമോള്. അവള് ഇപ്പൊ എന്നോട് പരിഭ്രമിച്ച് നടക്കുക. എന്താ? എന്തിന്? നീ വെറുതെ ആ കുഞ്ഞിനെ വിഷമിപ്പിക്കില്ല മോനെ. പരിഭവം മറ്റൊന്നിനും അല്ലമ്മേ. അവൾക്ക് കുടുംബവക സ്വത്തുക്കൾ ഏറെ ഉണ്ടല്ലോ. ആ ഫണ്ട് എടുത്ത് നമുക്കൊരു വീട് വാങ്ങിക്കാന്ന് പറഞ്ഞു. ഞാനത് സമ്മതിച്ചില്ല. അത് നന്നായിടാ. എന്തായാലും നമുക്ക് നാളെ ഒരു വാടക വീട് കണ്ടെത്തണം. ഭഗവാൻ എല്ലാ കാര്യത്തിലും മനുഷ്യരെ ഒരു ബാലൻസിൽ നിർത്തും. പെൺമക്കൾ രണ്ടുപേരും തള്ളി പറഞ്ഞപ്പോ നമ്മളെ സ്നേഹിക്കാനും പരിചരിക്കാനും മറ്റൊരു മകളെ തന്നില്ലേ? അല്ല, ഇന്ന് ഇവിടെയാണോ അതോ അവിടെ താമസിക്കുന്ന അടുത്തേക്ക് പോകുന്നോ? അവരൊരു ലോഡ്ജിലല്ലേ അച്ഛ. എനിക്ക് പോയേ പറ്റൂ. പൊയ്ക്കോ, പോണ്ടാന്നാല് പറഞ്ഞു. ഈ ചേച്ചി ഇങ്ങനെ വാശി പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ കിടക്കുന്ന ഓർക്കുമ്പോഴാ എനിക്ക് ടെൻഷൻ. പോലീസ് ലോക്കപ്പിൽ കിടക്കുന്നത് എന്തോ ആദർശ ധീരതയും മഹാത്യാഗവും എന്നൊക്കെയാ ചേച്ചിയുടെ ധാരണ. എല്ലാത്തിന്റെ അവസാനം എന്താണെന്ന് എനിക്കൊരു ധാരണ ഉള്ളതുകൊണ്ട് എനിക്ക് പേടിയൊന്നുമില്ല. അതങ്ങനെ നിൽക്കട്ടെ. നാളെ തന്നെ രാജുവിന്റെയും കുടുംബത്തിന്റെയും പ്രശ്നം സമാധാനമായിട്ട് പരിഹരിക്കണം. അത് ഞാൻ പരിഹരിച്ചിരിക്കും. ഇതൊന്നും നീ തൽക്കാലം ആരോടും പറയണ്ട. ഞാൻ പറയില്ല. ശരാ, എന്താ ഏട്ടാ? നീ ഇവിടെ കൊണ്ട് ചെന്ന് രാജുവിന്റെ വീട്ടുകാർ താമസിക്കുന്നിടത്ത് വിട്. ശരി ഏട്ടാ, മോളുവാ.